സ്വഭാവം കൊണ്ട് കർത്താവിനറിയാം ഇതിങ്ങനെയൊക്കെ തന്നെ പറ്റത്തുള്ളൂ. ഒബ്സർവേഷൻ. അല്ലെങ്കിൽ സംശയം ഉണ്ടെങ്കിൽ ഞാൻ പറയാം. ഇവിടെയൊക്കെ ചേട്ടന്മാരുടെ ചേച്ചിമാരുടേത് ഒരു 10 വർഷത്തിന് മുമ്പ് ഇവിടെ പള്ളി ഇത്ര ആളെ ഉണ്ടായിരുന്നുള്ളൂ. നടത്താണില്ലായിരുന്നത്. അതിത്ര ജനസംഖ്യയില്ലായിരുന്നു. നാട്ടിൽ ആൾ കുറവാണെങ്കിലും പള്ളിയിൽ ആൾ കൂടുതലായിരുന്നു. ഇപ്പൊ പള്ളിയിൽ ആൾ കുറവാണ്, നാട്ടിലുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇനി അതല്ലെങ്കിൽ നമ്മളെ നോക്കിയാൽ ഇന്ത്യ വിട്ട് നോക്കിയാൽ മതി. പുറത്തെ രാജ്യങ്ങളൊക്കെ പള്ളി വിൽക്കാനിട്ട് വെക്കുക, ഫോർ സെയിൽ. പള്ളികൾ വിൽക്കാനിട്ടിരിക്കുക. അപ്പൊ നമ്മൾ ആ ഒരു യാഥാർത്ഥ്യ ബോധത്തിൽ നിന്നാണ് ധ്യാനിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇടിവെട്ട് ധ്യാനം എന്ന് പറഞ്ഞത്. എന്താണ് ഇടിവെട്ട് ധ്യാനം? നേരെ തുടങ്ങാൻ ഏറ്റവും ഉറവെന്നും പറയാൻ തുടങ്ങാം. അതെ, നമ്മുടെ കുടുംബങ്ങളെ ദൈവം അനുഗ്രഹിക്കാൻ പോകുന്നു. അനുഗ്രഹിച്ച് ഈ വരുമ്പോൾ പിന്നെ നമ്മൾ ഇപ്പോഴും ഈ കിടന്ന് കുടുംബങ്ങളെ ദൈവം അനുഗ്രഹിക്കാൻ പോകുന്നു പറയുന്നത്. ഈ എല്ലാ അനുഗ്രഹവും നമുക്ക് കൊണ്ട് വാങ്ങിച്ച് നമുക്ക് ഒന്നിനോട് ഉത്തരവാദിത്തമില്ലാത്തൊരു തലമുറയായി മാറും. അപ്പൊ നമ്മുടെ മക്കളാരും ഈ പള്ളിയിലില്ല. ഒരു ശൂന്യത, കാണുന്നതിനേക്കാൾ ഭീകരമായ ഒരു ശൂന്യത ഇവിടെ നിലനിൽപ്പുണ്ട്. ഇനി ശൂന്യതയാണോ വളരാൻ പോകുന്നത്? വിദേശത്ത് പള്ളി വിൽക്കാമെങ്കിൽ നമ്മുടെ നാട്ടിലും അങ്ങനെ സംഭവിക്കത്തില്ലേ? അപ്പൊ എന്താണ് അതിന്റെ കാര്യം? കുടുംബ സംഗമം നടക്കുമ്പോ 10-200 വീടുകളുള്ളത് ഒരു 10-200 വീടുകളില് ആൾക്കാർക്ക് വന്ന് സംഗമിക്കാൻ ആ വീട്ടിൽ തന്നെ എല്ലാവർക്കും ഒരുമിച്ച് വരാനും പറ്റാത്ത അവസ്ഥയായെങ്കിലും അതെന്താണെന്ന് നമ്മൾ ചിന്തിക്കണം. കുട്ടികളുടെ കുഴപ്പമല്ല, മുതിർന്നവരുടെ കുഴപ്പമാണ്. കുട്ടികളുടെ കുഴപ്പം ഇനി അവരുടെ തലമുറയിലേക്ക് പാസ് ചെയ്യും. ആദ്യം നമ്മൾ ഇതെല്ലാം നമ്മുടെ ആരാധനയിലും പ്രാർത്ഥനയിലും ഒക്കെ ഒതുക്കി നമ്മുടെ ജീവിതത്തിൽ ഇതൊന്നും കണ്ട് ആർക്കും ഒന്നും കാണാൻ പറ്റില്ല. ഇല്ലേ? നമ്മള് യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റതിന്റെ തെളിവെന്താണെന്ന് ചോദിച്ചാൽ ശൂന്യമായ കരുണയൊന്നുമല്ല. അന്ന് യേശുക്രിസ്തുവിനെ കണ്ടെന്നും കേട്ടെന്നും ആ പ്രാർത്ഥനയിലേക്ക് ഇരുന്നെന്നും പറഞ്ഞ മനുഷ്യര് ഞങ്ങൾ കണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് കണ്ടെന്ന് ആർക്കും പറയാൻ അനുഭവത്തില്ല. പക്ഷെ ആ പറഞ്ഞതിന് വേണ്ടി അവര് ഏറ്റവും വിശുദ്ധമായി ജീവിച്ചു. അതിക്രൂരമായി കൊല്ലപ്പെടുമെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ തന്നെ കൊല്ലപ്പെട്ടു. ആ ജീവിതവും മരണവും കൊണ്ടാണ് യേശു പിന്നെയും പിന്നെയും ജീവിച്ചത്. അന്ന് അവരെ കണ്ടാൽ മതിയായിരുന്നു യേശു ജീവിക്കുന്നു അറിയാനാണ്. അതാണ് യേശു ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നതിന്റെ അടയാളം. ഇന്ന് നിരീശ്വരവാദ പ്രസ്ഥാനങ്ങൾ വളരുന്നു. അവർ ധ്യാനങ്ങൾ നടത്തുന്നു. എന്തിനാണ്? അവരുടേതായ കൺവെൻഷനുകൾ നടത്തുന്നു. അവർക്കൊരു വെല്ലുവിളിയില്ല. ഒന്ന് നമ്മളെല്ലാം ഒന്നും ചിന്തിക്കാതെ ജീവിക്കുന്നു. എന്ത് ജീവിക്കുന്നു? സമൂഹത്തിൽ ജീവിക്കുന്നു. ഒന്നും ചിന്തിക്കാതെ ജീവിക്കുന്ന നമ്മൾ ഈ ക്രൈസ്തവ ജീവിതം ആരെയും അത്ഭുതപ്പെടുത്തുമാറി ജീവിക്കുന്നുമില്ല. അങ്ങനെ ക്രിസ്തു ഏതാണ്ട് മരിച്ച ഒരു കാലഘട്ടമാണ്. യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റും എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിട്ട് എന്താ കാര്യം? ആ ക്രിസ്തുവിനെ ഒരാൾ കണ്ടുമുട്ടുന്നില്ല. അല്ലെങ്കിൽ ഒരാളെ കാണുമ്പോൾ മറ്റൊരാൾക്ക് ക്രിസ്തുവിനെ കണ്ടുമുട്ടാൻ കഴിയുന്നില്ലെങ്കിൽ ഉയർത്തെഴുന്നേറ്റിട്ട് എന്ത് കാര്യമാണ്? അല്ലേ? യേശു ഉയർത്തെഴുന്നേറ്റത് ആരെങ്കിലേക്കൊന്ന് കാണാനാണ്. ആ മഗ്ദലക്കാരി പെണ്ണിനെ ഈശോ കണ്ടു. അവൾ ഈശോയെ കണ്ടു. അങ്ങനെ പലരെയും കണ്ടു. ആ കണ്ടവരെല്ലാം ആ കണ്ടതിന് വേണ്ടി അങ്ങനെ ജീവിച്ചാണ് യേശു ജീവിച്ചു.